സൗദി അറേബ്യയിൽ നിർമ്മിക്കാനൊരുങ്ങുന്ന ആമയുടെ രൂപത്തിലുള്ള ഫ്ലോട്ടിംഗ് സിറ്റി പാങ്കിയോസ്. ഫ്ലോട്ടിംഗ് സിറ്റികൾ അഥവാ ഒഴുകി നടക്കുന്ന നഗരങ്ങൾ ഭാവികാലത്തിന്റെ ആഡംബര നിർമ്മിതികളായാണ് കണക്കാക്കപ്പെടുന്നത്. സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരം ഫ്ലോട്ടിംഗ് നഗരങ്ങൾ മാൽദീവ്സ് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു കൂറ്റൻ കപ്പലിനുള്ളിൽ ഒരു വലിയ നഗരം തന്നെ ഒരുക്കിയാലോ? ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു ആശയം തന്നെയാണല്ലേ. ആ ആശയത്തിന് ഒരു അത്ഭുതകരമായ രൂപം കൂടിയുണ്ടെങ്കിൽ കുറച്ചുകൂടി രസകരമായിരിക്കും അല്ലെ? എങ്കിൽ അങ്ങനെ അതിശയകരവും അത്ഭുതകരവുമായി ഒരു വലിയ ആമയുടെ രൂപത്തിൽ ഒരു ഫ്ലോട്ടിംഗ് നഗരത്തിന്റെ നിർമ്മാണം ഒരുങ്ങുകയാണ് അങ്ങ് സൗദി അറേബ്യയിൽ. ഇതുവരെ കണ്ടതുപോലെയുള്ള ചെറിയ ഫ്ലോട്ടിംഗ് സിറ്റികൾ ഒന്നുമല്ല കേട്ടോ. 60,000-ഓളം മനുഷ്യർക്ക് താമസിക്കുവാൻ കഴിയുന്ന ഒരു ഒഴുകുന്ന നഗരമായിരിക്കും ഈ ആമയുടെ രൂപത്തിലുള്ള കൂറ്റൻ നൗക. ഇത് നിർമ്മിക്കപ്പെടുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ നൗകയായി ഈ ഒഴുകുന്ന ആമ നഗരം മാറും. അപ്പോൾ ഇന്ന് നമുക്ക് സൗദി അറേബ്യയിൽ നിർമ്മാണത്തിന് തയ്യാറെടുക്കുന്ന ഈ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് ഒന്ന് വിശദമായി അറിഞ്ഞാലോ? സമുദ്രങ്ങളിലും ജലാശയങ്ങളിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഫ്ലോട്ടിംഗ് നഗരങ്ങളെക്കുറിച്ച് മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ആമയുടെ രൂപത്തിലുള്ള ഫ്ലോട്ടിംഗ് നഗരം യഥാർത്ഥത്തിൽ ഒരു വലിയ കപ്പലാണ്. അത്ര നിസാരമായി കപ്പൽ എന്നൊരു വാക്കിൽ ഒതുക്കുവാൻ കഴിയില്ല കേട്ടോ ഈ ഫ്ലോട്ടിംഗ് നഗരത്തെ. കാരണം ഇത് അതിശയിപ്പിക്കുന്ന വലുപ്പവും അത്ഭുതപ്പെടുത്തുന്ന രൂപവുമുള്ള ഒരു വമ്പൻ നൗക തന്നെയാണ്. രൂപത്തിലെ വലിപ്പം പോലെ തന്നെ വലിയ ചിലവും ഈ ആമ നമുക്ക് നിർമ്മിക്കുവാൻ ആവശ്യം വരുന്നുണ്ട്. 65,000 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുകയാണ് ഈ ഭീമൻ നിർമ്മിക്കുവാനായി സൗദി അറേബ്യ ചിലവഴിക്കുന്നത്. സൗദി അറേബ്യയുടെ ഈ സ്വപ്ന പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ ഇപ്പോൾ ലോകം മുഴുവൻ ഈ ആഡംബര നിർമ്മിതിക്കായി കാത്തിരിക്കുകയാണ്. പാങ്കിയോസ് എന്നാണ് ഈ ഒഴുകുന്ന ആമ നഗരത്തിന് നൽകിയിരിക്കുന്ന പേര്. ഏകദേശം 2 കോടി വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു സൂപ്പർ ഭൂഖണ്ഡമായ പാങ്കിയയുടെ പേരിലാണ് പാങ്കിയോസ് അറിയപ്പെടുന്നത്. പാലിയോസോയിക് കാലഘട്ടത്തിലും ആദ്യകാല മെസോസോയിക് കാലഘട്ടത്തിലുമായിരുന്നു ഈ ഭൂഖണ്ഡം നിലനിന്നിരുന്നതായി കണക്കാക്കുന്നത്. ഇറ്റലിയിലെ റോം ആസ്ഥാനമായുള്ള ലാസെരിനി ഡിസൈൻ സ്റ്റുഡിയോയാണ് ഈ പ്രൊജക്ട് രൂപകൽപ്പന ചെയ്തത്. പ്രൊജക്ടിന്റെ 3D ഡിസൈൻ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലോകമെമ്പാടും വൈറലായി കഴിഞ്ഞിട്ടുമുണ്ട്. പാങ്കിയോസിന്റെ നിർമ്മാണത്തിൽ ഉദ്ദേശിക്കുന്ന അളവുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായി മാറും പാങ്കിയോസ്. 1800 അടി നീളവും 2000 അടി വീതിയുമായിരിക്കും ഈ ഫ്ലോട്ടിംഗ് നഗര നൗകയ്ക്ക് ഉണ്ടായിരിക്കുക. 595.55 അടി നീളമുള്ള ജർമ്മൻ നിർമ്മിത അസമാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ നൗക. ജാപ്പനീസ് സ്ഥാപനമായ സുമിറ്റോമ ഹെവി ഇൻഡസ്ട്രീസ് നിർമ്മിച്ച സീവൈസ് ജൈന്റ് ആയിരുന്നു ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ. അതിന്റെ നീളം 1504.10 അടിയായിരുന്നു. ഈ 2 ഭീമന്മാരെക്കാളും വലുതായിരിക്കും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പാങ്കിയോസ്. സമുദ്രത്തിലൂടെ ഒഴുകി നീങ്ങുവാൻ കഴിയുന്ന ഒരു വലിയ നഗരം എന്നുള്ളതാണ് പാങ്കിയോസ് എന്ന ആശയം. ഈ ഫ്ലോട്ടിംഗ് നഗരത്തിൽ ഹോട്ടലുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, പാർക്കുകൾ, മറ്റു പൊതു ഇടങ്ങൾ എന്നിവയ്ക്ക് മതിയായ സ്ഥലമുണ്ടായിരിക്കും. 60,000 മനുഷ്യരെ ഉൾക്കൊള്ളുവാൻ ഈ ഒഴുകുന്ന നഗരത്തിന് കഴിയുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. പാങ്കിയോസിന്റെ ഓരോ വശത്തും 19 വില്ലകളും 69 അപ്പാർട്ട്മെന്റുകളും ആയിരിക്കും ഉണ്ടായിരിക്കുക. മേൽക്കൂരയിൽ 72 ടെറസുകളും ഉണ്ടായിരിക്കും. 16,800 കുതിരശക്തിയുള്ള 9 HTS എഞ്ചിനുകളാലായിരിക്കും പാങ്കിയോസ് പ്രവർത്തിക്കുക. വിവിധ ഇൻബോർഡ് എനർജി സ്രോതസ്സുകളിൽ നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. മണിക്കൂറിൽ 9.2 കിലോമീറ്റർ വേഗതയിൽ ഈ കൂറ്റൻ നൗകയ്ക്ക് സഞ്ചരിക്കുവാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഈ കൂറ്റൻ നൗകയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗത്ത് സോളാർ പാനലുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഊർജ്ജ ഉൽപാദനം നടത്തുവാനാണ് നിർമ്മാണ കമ്പനി ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലോട്ടിംഗ് നഗരത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തിനും ആവശ്യമായ ഊർജ്ജത്തിന്റെ ഒരു ഭാഗം ഇത്തരത്തിൽ സോളാർ എനർജിയിൽ നിന്നും നേടുവാൻ കഴിയും. പാങ്കിയോസിനും മറ്റ് സ്ഥലങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അതിഥികൾക്ക് മറ്റൊരു കടൽ കപ്പലോ വിമാനമോ ഉപയോഗിക്കുവാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ടായിരിക്കും. മറ്റു ബോട്ടുകൾക്കായി ഒരു തുറമുഖം നിർമ്മിക്കുകയും പാങ്കിയോസിന്റെ അപ്പർ ഷെൽ ഏരിയ പറക്കുന്ന വാഹനങ്ങൾക്ക് പ്രവേശനം നൽകുകയും ചെയ്യുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. കൂടാതെ പാങ്കിയോസിന്റെ താഴത്തെ സ്ഥലം 30,000 സെല്ലുകളോ ക്ലസ്റ്റർ കമ്പാർട്ട്മെന്റുകളോ സ്ഥാപിക്കുവാനും നിർമ്മാണ കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ബേസ്മെന്റിന് മുങ്ങുവാൻ കഴിയാത്ത ഫ്ലോട്ടിംഗ് സൊല്യൂഷൻ നൽകുമെന്ന് കണക്കാക്കുന്നു. ഇത് പ്രധാനമായും ഉരുക്കിൽ നിർമ്മിക്കുവാനാണ് നിർമ്മാതാക്കൾ വിഭാവനം ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഫ്ലോട്ടിംഗ് നഗരം നിർമ്മിക്കുന്നതിന് ചെലവുകളും അസാധാരണ തന്നെ ആയിരിക്കുമല്ലോ. 65,000 കോടിയോളം രൂപയാണ് ഈ ഫ്ലോട്ടിംഗ് നഗരത്തിന് ചിലവ് വരുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞത് 8 വർഷമെങ്കിലും എടുക്കും ഈ ഫ്ലോട്ടിംഗ് നഗര നിർമ്മാണം പൂർത്തിയാക്കുവാൻ. അതിനാൽ തന്നെ ചിലവിന്റെ കാര്യത്തിൽ വരും വർഷങ്ങളിൽ വർധനവും ഉണ്ടായേക്കാം. ഈ വലിയ പദ്ധതിക്കുള്ള ഫണ്ടിങ്ങിന്റെ ഭാഗമായി ഒരു NFT ക്രൗഡ് ഫണ്ടിംഗ് സംരംഭവും നിലവിലുണ്ട്. വലിയ തുക ചെലവാകുമെന്നതിനപ്പുറം ഇത്രയും വലിയൊരു കൂറ്റൻ ഫ്ലോട്ടിംഗ് നഗരം ഒരുക്കുന്നതിന് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാൻ ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ ഒരു സ്ഥലവും അത്യന്താപേക്ഷിതമാണ്. സൗദി അറേബ്യയിലാണ് ഈ കൂറ്റൻ ഫ്ലോട്ടിംഗ് നഗരത്തിന്റെ നിർമ്മാണങ്ങൾ നടക്കുക.
ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കിങ് അബ്ദുള്ള തുറമുഖത്തെ ഒരു സ്ഥലം ഈ മെഗാ പ്രോജക്ടിന് സാധ്യമായ സ്ഥലമായ ലാസറിനിയിലെ ഡിസൈനർമാർ കണ്ടെത്തിയിട്ടുമുണ്ട്. പാങ്കിയോസിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് കടലിൽ ഏകദേശം 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഡ്രഡ്ജ് ചെയ്യേണ്ടതുണ്ട്. നിർമ്മാണ സ്ഥലത്ത് ജലനിരപ്പ് നിയന്ത്രിക്കുവാൻ ഒരു വൃത്താകൃതിയിലുള്ള അണക്കെട്ട് നിർമ്മിക്കും. കടലിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്ന 650 മീറ്റർ വീതിയും 600 മീറ്റർ നീളവുമുള്ള ടെറാ ഷിപ്പ്യാർഡ് ഇൻഫ്രാസ്ട്രക്ചറാണ് ആവശ്യം വരുന്നതായി കണക്കാക്കുന്നത്. നിർമ്മാതാക്കളുടെ കണക്കുകൂട്ടൽ കൃത്യമായി നടക്കുകയാണെങ്കിൽ 8 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഫ്ലോട്ടിംഗ് നഗരം യാഥാർത്ഥ്യമാകും. പുതിയ ലോകത്തിൽ ആഡംബരത്തിന്റെ അത്ഭുതകരമായ മറ്റൊരു പര്യായമായി മാറുവാൻ പാങ്കിയോസിന് കഴിയട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.